നമ്മൾ തയ്യാറാക്കുന്നത് ഒരു ജ്യൂസാണ്. ഇപ്പം നല്ല ചൂട് സമയമാണ്. അപ്പോൾ ഈ ഒരു ചൂട് സമയത്ത് അതുപോലെ തന്നെ നമുക്ക് കിട്ടാൻ എളുപ്പമായിട്ടുള്ള ഒന്നാണ് തണ്ണിമത്തങ്ങ. ഇപ്പം എല്ലായിടവും സുലഭമായിട്ട് ഉള്ള ഒരു സമയമാണ്. അപ്പോൾ തണ്ണിമത്തൻ മേടിച്ച് ഈ രീതിയിലൊന്ന് നിങ്ങൾ ജ്യൂസ് ഉണ്ടാക്കി നോക്കൂ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇപ്പം ഇവിടെ ഞാൻ തണ്ണിമത്തങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്ത് കുരുവെല്ലാം കളഞ്ഞ് മാറ്റിയെടുത്ത് വെച്ചേക്കുന്നതാണ്. ഇത് ചെറുതാക്കി നുറുക്കിയെടുത്തത് ഒരു 3 കപ്പ് അളവാണ് ഉള്ളത്. ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല മധുരമുള്ള തണ്ണിമത്തനാണ്. മധുരം കുറവുള്ളതാണെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ കൂട്ടിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ആ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ആണ് എടുത്തേക്കുന്നത്. അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണൽ ആണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. പക്ഷെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ്. അപ്പം വീട്ടിലൊക്കെ മിൽക്ക് മെയ്ഡ് ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിത് മിക്സിയിലിട്ട് അടിക്കുകയൊന്നും വേണ്ട. നമുക്ക് പഞ്ചസാരയും ഈ പാൽപ്പൊടിയും മിൽക്ക് മെയ്ഡും ഒക്കെ നന്നായിട്ട് തണ്ണിമത്തനുമായിട്ടൊന്ന് യോജിക്കുന്ന വരെ നമുക്കിത് നല്ല പോലെ ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതുപോലുള്ള വിസ്ക് വെച്ച് നമ്മൾ അടിക്കുമ്പോൾ തന്നെ അത് നന്നായിട്ട് നമുക്ക് ഉടനെ നല്ല ജ്യൂസ് പരുവത്തിൽ നമുക്ക് ആയി കിട്ടും. അപ്പോൾ പാൽപ്പൊടിയും മിൽക്ക് മെയ്ഡും ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ സ്ഥാനത്ത് നമുക്ക് പഞ്ചസാരയും അതേപോലെ തന്നെ നല്ല കുറുകിയ തേങ്ങാപ്പാൽ, തേങ്ങ എല്ലായിടത്തും വീട്ടിൽ കാണും, അങ്ങനെയാണെങ്കിൽ നല്ല കുറുകിയ തേങ്ങാപ്പാൽ എടുത്ത് അത് നമുക്ക് ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി മിൽക്ക് മെയ്ഡും പാൽപ്പൊടിയും ഒന്നും ഇരിപ്പില്ല എന്നുള്ളവര് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് തണ്ണിമത്തന് നല്ല തണുപ്പുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകിച്ച് അങ്ങ് ഇപ്പോൾ ഈ ചൂട് സമയത്ത് ഒരുപാടൊക്കെ തണുപ്പിലൊന്നും കുടിക്കാത്തതാണ് നല്ലത്. ഇനി അഥവാ നല്ല തണുപ്പ് വേണം എന്നുള്ളവർ ഇത് തണ്ണിമത്തൻ ആദ്യം തന്നെ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ അത് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്ത് ചെയ്തെടുത്താൽ മതി. കാരണം ഇതൊക്കെ ഇങ്ങനെയുള്ള നമ്മൾ പാലോ പാലുൽപ്പന്നങ്ങളൊക്കെ ചേർത്തുണ്ടാക്കുന്ന ജ്യൂസ് ഏതാണെങ്കിലും നമ്മൾ അടിച്ചതിന് ശേഷം കൂടുതൽ സമയം വെച്ചേക്കരുത്. അടിച്ചെടുത്ത ഉടനെ തന്നെ നമ്മൾ സെർവ് ചെയ്യുന്ന രീതിയിലായിരിക്കണം റെഡിയാക്കി എടുക്കേണ്ടത്. ഇപ്പൊ ഇവിടെ നമ്മുടെ തണ്ണിമത്തൻ നമ്മൾ നല്ലപോലെ അടിച്ച് നല്ല ജ്യൂസിന്റെ പരുവത്തിൽ ആക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പൊ ഇത് നമുക്ക് സെർവിംഗ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം പറയുക. അപ്പൊ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് നമുക്ക് പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.